ഹലോ. ഇന്നൊരു ചില്ലി ഗോബി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചില്ലി ഗോബി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കോളിഫ്ലവർ എടുത്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. കോളിഫ്ലവറിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേർട്ടി മിനിറ്റ്സ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കിട്ടിയ ശേഷം ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രൗൺ കളർ എത്തുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദാ ഇവിടെ ചില്ലി ഗോബി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ചില്ലി ഗോബി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.